ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ക്രിസ്തുവിൽ ഉള്ളൊരു മനുഷ്യൻ, മഹാനായ പൗലോസ്, ഭാഗം 231. കൊലോസ്യ ലേഖനത്തിൻ്റെ ഒരു രത്ന ചുരുക്കം ഇങ്ങനെയാണ്. പൗലോസിൻ്റെ രണ്ടാമത്തെ കാരാഗ്രഹ ലേഖനമാണിത്. ഏഷ്യ മൈനറിൽ പുരാതന ഫ്രിഗ്യയിലെ, ഇന്നത്തെ ടർക്കി, ലൈക്കസ് താഴ്വരയിലെ 3 പട്ടണങ്ങൾ ആയിരുന്നു കൊലോസ്യ, ലവോദിക്യ, ഹീരപ്പോലിസ് എന്നിവ. എഫെസോസിൽ നിന്നും 160 കിലോമീറ്റർ കിഴക്ക് കൊലോസ്യയും, അവിടെ നിന്ന് 19 കിലോമീറ്റർ ദൂരെ ലവോദിക്കയും, അവിടെ നിന്നും 10 കിലോമീറ്റർ അകലെ ഹീരപ്പോലിസും സ്ഥിതി ചെയ്യുന്നു. ഈ 3 സ്ഥലത്തും സഭകൾ ഉണ്ടായിരുന്നെങ്കിലും ആരാണ് അവിടങ്ങളിൽ സഭ സ്ഥാപിച്ചതെന്ന് കൃത്യമായി പറയുവാൻ സാധ്യമല്ല. ഈ പുസ്തകത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ നിന്ന് 1 നിന്നും പൗലോസ് അല്ലെന്ന് അവിടെ ധ്വനിക്കുന്നുണ്ട്. പെന്തക്കോസ്ത് നാളിൽ യെരുശലേമിൽ വെച്ച് ദൈവത്തിൻ്റെ വൻ കാര്യങ്ങൾ പ്രസ്താവിക്കുന്നത് കേട്ടവരിൽ ഫ്രിഗ്യയിൽ നിന്നുള്ളവരും ഉണ്ടായിരുന്നു എന്ന് നാം കാണുന്നുണ്ട്. അപ്പോസ്തലർ 2:10. പൗലോസിൻ്റെ 2-3 മിഷണറി യാത്രയിൽ ഫ്രിഗ്യയിലും എത്തിയിരുന്നതായും നാം അവിടെ വായിച്ചു കാണുന്നു. എഫെസോസിൽ തൊർന്നോസിൻ്റെ ഭവനത്തിൽ 2 വർഷം തുടർച്ചയായി നടന്നു വന്ന ബൈബിൾ പാഠശാലയിലൂടെ ആസിയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും ദൈവത്തിൻ്റെ സത്യവചനം കേട്ടു എന്നും നാം അവിടെ എഴുതി കാണുന്നുണ്ട്. അപ്പോസ്തലർ 19:9-10 വാക്യങ്ങൾ. കൊലോസ്യരായ എപ്പഫ്രാസും ഫിലമോനും രക്ഷാനുഭവത്തിലേക്ക് വന്നു എന്നും തുടർന്ന് ലൈക്കസ് താഴ്വരയിലെ 3 പട്ടണങ്ങളിലും എപ്പഫ്രാസിൻ്റെ പ്രവർത്തന ഫലമായി സഭകൾ രൂപം കൊണ്ടു എന്നുമാണ് അധികം വേദവ്യാഖ്യാതാക്കളും കരുതി വരുന്നത്. അപ്പോസ്തലനിൽ നിന്നും പഠിച്ച സുവിശേഷ സത്യങ്ങൾ ആയിരുന്നു എപ്പഫ്രാസ് ഈ സഭകളിൽ പഠിപ്പിച്ചിരുന്നത്. സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിന്നും അവരെ പിഴുതുമാറ്റുവാൻ യഹൂദീയ നോസ്റ്റിക് സന്യാസ പാപഷണ്ഡോപദേശ കൂട്ടുകെട്ട് അവിടെ ഇടയിൽ നുഴഞ്ഞു കയറിയിരുന്നു. ഈ വസ്തുതയാണ് 2-ാം അധ്യായത്തിൻ്റെ 4, 8, 16, 18 വാക്യങ്ങളിൽ കാണുന്നത്. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിൽ അവരെ ഉറപ്പിക്കേണ്ടതിന് ഏതാണ്ട് 1600 കിലോമീറ്റർ സഞ്ചരിച്ച് എപ്പഫ്രാസ് റോമിൽ പൗലോസ് തടവുകാരനായി കഴിയുന്ന ഈ വാടക വീട്ടിലെത്തുകയും അപ്പോസ്തലനെ വിവരം ധരിപ്പിക്കുകയും ചെയ്തു. ഫിലമോൻ 23-ാം വാക്യത്തിൽ നിന്നും എപ്പഫ്രാസും ഈ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു എന്നാണ് സൂചിപ്പിക്കുന്നത്. ലൈക്കസ് താഴ്വരയിലുള്ള വിശ്വാസികളെ എപ്പഫ്രാസ് പഠിപ്പിച്ച ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെയും ക്രിസ്തുവിൻ്റെ ആർത്തത്വത്തിൻ്റെ മഹത്വത്തെയും ഉറപ്പിക്കുന്ന സന്ദേശം ഒരു രേഖയാക്കി തിഹിക്കോസ് വശം കൊടുത്തയച്ചതാണ് ഈ ലേഖനം. ഈ കാരാഗ്രഹവാസകാലത്ത് എഴുതിയ 4 ലേഖനങ്ങളിൽ 2-ാമത്തേത് ഓർമ്മിച്ചല്ലോ. മറ്റുള്ളവ എഫേസ്യർ, ഫിലെമോൻ, ഫിലിപ്പിയർ എന്നിവയാണ്. എഫേസ്യ ലേഖനത്തിൽ ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയെ പ്രധാനമായും വരച്ചു കാണിക്കുമ്പോൾ കൊലോസ്യ ലേഖനത്തിൽ ശരീരമായ സഭയുടെ തലയായ ക്രിസ്തുവിനെയാണ് പ്രധാനമായും ചിത്രീകരിക്കുന്നത്. എഫെസോസിൽ നിന്നും ഏകദേശം 160 കിലോമീറ്റർ കിഴക്കുമാറി ഈ ലവോദിക്യ സഭയ്ക്ക് സമീപമാണ് കൊലോസ്യ സഭ സ്ഥിതി ചെയ്തിരുന്നത്. പൗലോസ് അപ്പോസ്തലൻ ഒരിക്കലും ഈ കൊലോസ്യ സന്ദർശിച്ചിരുന്നില്ല. അവിടെ സഭ സ്ഥാപിച്ചത് എപ്പഫ്രാസ് ആണെന്ന് വിശ്വസിക്കപ്പെടുന്നു. വാക്യം 1:7. എഫെസോസിലുള്ള പൗലോസിൻ്റെ 3 വർഷത്തെ ശുശ്രൂഷ വേളയിലായിരിക്കാം എപ്പഫ്രാസ് രക്ഷാനിർണയം പ്രാപിച്ചതെന്നും ഓർമ്മിപ്പിച്ചല്ലോ. മനുഷ്യരെ പ്രലോഭിപ്പിക്കുന്നതും അതേസമയം അപകടകരവുമായ നോസ്റ്റിസം എന്ന തത്വജ്ഞാനവുമായി ചിലർ ഈ കൊലോസ്യ സഭയിൽ നുഴഞ്ഞു കയറി. ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ അവർ നിഷേധിക്കുകയും അവൻ ദൈവത്തിൻ്റെ ഒരു സൃഷ്ടി മാത്രമാണെന്ന് ഈ ദുരുപദേശക്കാർ വാദിക്കുകയും ചെയ്തു. ആകയാൽ ക്രിസ്തുവിൻ്റെ പൂർവാസ്തിക്യത്തെയും സർവശക്തിയെയും സർവജ്ഞാനത്തെയും ഉറപ്പിച്ച് സ്ഥാപിക്കുവാൻ വേണ്ടിയാണ് പൗലോസ് കൊലോസ്യ ലേഖനം എഴുതിയത്. ക്രിസ്തുവിനെ സകലത്തിലും മുമ്പനാക്കി കാണിക്കുക എന്നത്രേ ഈ ലേഖനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. നോസ്റ്റിക്കുകളുടെ ജ്ഞാനം കേവലം പരിമിതമാണെന്നും ക്രിസ്തുവിൻ്റെ ജ്ഞാനമാണ് സർവോത്കൃഷ്ടമാണെന്നും പൗലോസ് ഇവിടെ സ്ഥാപിച്ചു പറയുകയാണ്. നോക്കൂ, കൊലോസ്യർ 1:15 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ വിവരിക്കുന്നതിനേക്കാൾ ഉപരിയായി നിത്യനായ ദൈവപുത്രൻ എന്ന നിലയിലും സർവജ്ഞാനി എന്ന നിലയിലും ക്രിസ്തുവിനുള്ള അത്യുന്നത പദവിയെ പുതിയ നിയമത്തിൽ മറ്റൊരിടത്തും ഇത്ര ഭംഗിയായി വിശദീകരിച്ച് കാണുന്നില്ല. കൂടാതെ 2 യോഹന്നാൻ, അതുപോലെ യൂദ എന്നീ ലേഖനങ്ങളും ഈ നോസ്റ്റിക് ചിന്തകന്മാരായ ദുരുപദേഷ്ടന്മാർക്കെതിരായിട്ടാണ് എഴുതിയവ. ദുരുപദേഷ്ടക്കാർ ഇപ്പോഴുമുണ്ട്. അവരെക്കുറിച്ച് നമുക്ക് തുറന്നു കേൾക്കാം.